യെസ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ 13ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തോടുകൂടെ ഐസോമറിസം കംപ്ലീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ എല്ലാ മുക്കുമൂലയും എൻട്രൻസിന് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആരാണ് എന്നറിയണം. അപ്പോൾ അവിടെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ പോളറൈസ്ഡ് അല്ലാത്ത ലൈറ്റിനെ നോൺ പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് പറയുക. ഈ നോൺ പോളറൈസ്ഡ് ലൈറ്റിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റാൻ അതിനെ ഒരു നിക്കോൾ പ്രിസത്തിലൂടെ പാസ് ചെയ്യണം. അതൊരു പോയിന്റ് ആക്കിയിട്ട് എഴുതി വെച്ചോ. നോൺ പോളറൈസ്ഡ് ലൈറ്റിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആക്കാൻ നിക്കോൾ പ്രിസത്തിലൂടെ പാസ് ചെയ്യണം. നിക്കോൾ പ്രിസം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മെയ്ഡപ്പ് ഓഫ് കാൽസൈറ്റ്, അതുകൂടി അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. നിക്കോൾ പ്രിസം എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് മോനെ? കാൽസൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പ്ലെയിൻ നിക്കോൾ പ്രിസത്തിലൂടെ നോൺ പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ പാസ് ചെയ്യുമ്പോൾ അത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് മാറുന്നു. ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണ്? ഇനി അതിൻ്റെ കൂടുതൽ ചർച്ചകൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ വെറുതെ പഠിച്ചു വെക്കണ്ടല്ലോ. വെറുതെ അങ്ങനെയാണ് കേട്ട് പഠിക്കുക. നോൺ പോളറൈസ്ഡ് ലൈറ്റ് നിക്കോൾ പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് മാറുന്നു. അവിടെ മാറി കഴിഞ്ഞു. ഇനി ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഞാനൊരു കോമ്പൗണ്ടിലൂടെ കടത്തി വിടുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൽ ഞാനൊരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ആ കോമ്പൗണ്ടിലേക്ക് ഇതാണ് ടെസ്റ്റ് ട്യൂബ് എന്ന് വെറുതെ വിചാരിക്കുക. ഞാനിങ്ങനെ ടെസ്റ്റ് ട്യൂബ് പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിങ്ങനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്നു. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു വെള്ളത്തിലൂടെ എന്തെങ്കിലും ലൈറ്റ് കടന്നു പോയാൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോകലാണല്ലോ പതിവ്. നേരെ കടന്നു പോകും. നേരെ കടന്നു പോയാൽ ഞാനിവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. നേരെ കടന്നു പോയാൽ അതിനർത്ഥം അയാൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് എന്നാണ് അർത്ഥം. ഒപ്റ്റിക്കലി അയാൾ ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല എന്നാണ് അതിനർത്ഥം. ഓർത്തു വെക്കണേ. ഒരാൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് മീൻസ് ഇറ്റ് കനോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. പഠിച്ചല്ലോ. ഇനി ചില കോമ്പൗണ്ടുകളുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ ആ കോമ്പൗണ്ട് എടുത്തിട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിട്ടാൽ നേരെ കടന്നു പോകുന്നതിന് പകരം കുറച്ചൊരു ലേശം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് കടന്നു പോകുന്ന ആളുകളുണ്ട്. റൈറ്റിലോട്ട് തിരിഞ്ഞു പോകും. ഇത് 3 ഡയമെൻഷണൽ വ്യൂ ആണ്. നിങ്ങളിത് മുകളിലോട്ട് താഴോട്ട് എന്ന് വിചാരിക്കരുത്. നമ്മളിതിനെ പാരലലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ താഴോട്ട് ഞാൻ വരച്ചത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡെക്സ്ട്രോ ഐസോമർ എന്നാണ് പേര് വിളിക്കുക. എന്താ പേരിക്കുക? ഡെക്സ്ട്രോ ഐസോമർ. അതിനെ പോസിറ്റീവ് എന്നും കാണിക്കാറുണ്ട്. പോസിറ്റീവ് എന്ന് എഴുതണ്ട, പ്ലസ് എന്ന് കാണിച്ചാൽ മതി. പോസിറ്റീവ് എന്ന് എഴുതണ്ട, എന്തെഴുതിയാൽ മതി? പ്ലസ് എന്നങ്ങോട്ട് എഴുതിയാൽ മതി. പ്ലസ്. ഇപ്പോൾ ഡെക്സ്ട്രോ ഐസോമർ അല്ലെങ്കിൽ പ്ലസ് ഐസോമർ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നവനാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരും ഉണ്ടാവുമല്ലോ. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീവോ ഐസോമർ. എന്താണ് പേര്? ലീവോ ഐസോമർ. അതിനെ എൽ ഐസോമർ എന്നോ മൈനസ് ഐസോമർ എന്നോ പേര് വിളിക്കും. ഇപ്പോൾ ഡെക്സ്ട്രോ ഐസോമറിനെ ഡി ഐസോമർ എന്നും പേര് വിളിക്കും. ലീവോ ഐസോമറിനെ എൽ ഐസോമർ എന്നും പേര് വിളിക്കും. അതിലെ ഫസ്റ്റ് ലെറ്റർ മാത്രമായിട്ട് ഷോർട്ടാക്കിയിട്ടും കൊടുക്കാറുണ്ട്. ഈ ഡെക്സ്ട്രോ ഐസോമറും ലീവോ ഐസോമറും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എന്നിനി ഞാൻ പ്രത്യേകം പറയേണ്ടി വരില്ല. നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നേരെ വിത്തൗട്ട് ഡീവിയേഷൻ കടത്തി വിടുന്നവനാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ടോ ഇടത്തോട്ടോ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓർത്ത് വെച്ചോ, അയാളുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, അയാൾക്ക് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആണ്, ഒപ്റ്റിക്കലി അയാൾ ആക്റ്റീവ് ആണ്, അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. വലത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഡെക്സ്ട്രോ ഐസോമർ ആണ്, ഇടത്തോട്ടാണെങ്കിൽ അത് ലീവോ ഐസോമർ ആണ് എന്ന ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ വളരെ ചെറിയ ബാലപാഠമാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് സാറേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഒരു മോളിക്യൂൾ തന്നാൽ ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അതൊരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ലൈറ്റ് അടിച്ച് നോക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതിനൊരു തിയററ്റിക്കൽ വേർഷൻ, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ വേർഷനാണ്. എക്സ്പെരിമെൻ്റലി എൻ്റെ കയ്യിലുള്ള ഒരു കോമ്പൗണ്ട് ഡെക്സ്ട്രോ ആണോ ലീവോ ആണോ എന്ന് കണ്ടെത്താനുള്ള വഴിയാണ്. പക്ഷെ ഇതിനൊരു തിയററ്റിക്കൽ വേർഷൻ വേണ്ടേ? നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ എങ്ങനെ ഇതിന് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടെത്തും? വഴിയുണ്ട്. അതിനാണ് കൈറാൽ
ആൻഡ് അഖൈറാൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എടാ, ഒരു മോളിക്യൂള് ഖൈറാലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഒരു മോളിക്യൂള് അഖൈറാലാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരാൾ ഖൈറാലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയോ, അയാൾക്ക് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ട് എന്നാ എഴുതിയെടുക്ക്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. മിറർ ഇമേജ് ഉണ്ടെങ്കിൽ അത് ഖൈറാലാണ്. അതെന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. ഒന്നുകൂടെ ഓർക്ക്, ഒരാൾ ഖൈറാലാകുന്നത് എപ്പോഴാണ്, അയാൾക്ക് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാകുമ്പോഴാണ്. ഒരാൾ അഖൈറാലാകുന്നത് എപ്പോഴാണ്, അയാൾക്ക് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടാകുമ്പോഴാണ്. അയാളുടെ മിറർ ഇമേജ് അയാളിൽ സൂപ്പർ ഇമ്പോസിബിൾ ആകുമ്പോഴാണ്. സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഓക്കെ ആണല്ലോ, സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അപ്പോൾ ഒരാൾക്ക് മിറർ ഇമേജ് എല്ലാവർക്കും ഉണ്ടാകും. ആ മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അയാൾ അഖൈറാലാണ്, സൂപ്പർ ഇമ്പോസിബിൾ അല്ലെങ്കിൽ അയാൾ ഖൈറാലാണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്നാണല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാളെ കാണിച്ചു തരാം. എടാ ശ്രദ്ധിച്ചു നോക്കണേ, കാർബൺ COOH, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇയാളെ ഞാനിങ്ങനെ കണ്ണാടിയിൽ കാണിക്കുകയാണ്. കണ്ണാടിയെ ഇങ്ങനെയാണല്ലോ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന സ്ട്രക്ചർ എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. കാർബൺ മുകളിലെ COOHും താഴെ ഉണ്ടാകുന്ന CH3യിലും മാറ്റമൊന്നും ഉണ്ടാവില്ല. കണ്ണാടിയോട് നേരെ കിടക്കുന്ന H മിറർ ഇമേജിൽ ഇവിടെ ഉണ്ടാകും. കണ്ണാടിയിൽ നിന്ന് അകലെ കിടക്കുന്ന OH മിറർ ഇമേജിൽ ഇവിടെ ഉണ്ടാകും. ഇങ്ങനല്ലേ മോനെ ഉണ്ടാവുക. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതാണ്, ഇപ്പം ഞാൻ വരച്ച ഈ മിറർ ഇമേജ് ഉണ്ടല്ലോടാ, ഈ മിറർ ഇമേജ്, ആ മിറർ ഇമേജിനെ അവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് തിരിക്കാതെ മറിക്കാതെ അതേ മിറർ ഇമേജിനെ നേരെ ഈ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ, ഇയാളുടെ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഫിറ്റ് ആവില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് കണ്ടാൽ ഇവിടെ മനസ്സിലാകും. ഇവിടെ OH എന്ന് പറയുന്ന ഗ്രൂപ്പാണുള്ളത്. അത് നേരെ കൊണ്ടുവന്ന് പറിച്ചു വെച്ചാൽ ഈ Hൻ്റെ മുകളിലല്ലേ നിൽക്കുക. Hൻ്റെ മുകളിൽ OH കൃത്യമായിട്ട് സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ട് നിൽക്കില്ലല്ലോ. നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞുതരാം. വലത് കൈയിൻ്റെ മിറർ ഇമേജാണ് ഇടത് കൈ, ശരിയല്ലേ? വലത് കൈയിൻ്റെ ഒരു കണ്ണാടി വെച്ചാൽ ഇടത് കൈ കിട്ടുമല്ലോ. ഇനി ഈ മിറർ ഇമേജിനെ ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലും വെച്ച് നോക്കുക. നോക്കിയേ മോനെ, എങ്ങനെ വന്നാലും ഇത് സൂപ്പർ ഇമ്പോസിബിൾ അല്ലാത്ത, എല്ലാ വിരലിൻ്റെയും തൊട്ടുപുറകിൽ കൃത്യമായിട്ട് മറ്റേ വിരൽ വരുന്നുണ്ടോ? ഇല്ല. അത് നോൺ സൂപ്പർ ഇമ്പോസിബിളാണ്. അപ്പോൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജുകൾ ഉണ്ടാകുമ്പോഴാണ് അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുക. ഇപ്പോൾ ഇയാളുടെ മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു, കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അഥവാ ഇയാൾ ഖൈറാലാണ് എന്നർത്ഥം. അപ്പോൾ ഖൈറാലാണെങ്കിലാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഓർത്ത് വെക്കണേ, ഖൈറാലാണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ്, അഖൈറാലാണെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓർത്തില്ലേ മോനെ? അപ്പോൾ തിയറിറ്റിക്കലി ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒരു മോളിക്യൂള് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ടോ ഇടത്തോട്ടോ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക എന്നത് അതിൻ്റെ എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഡാറ്റയാണ്. അത് പരീക്ഷാ ഹാളിൽ വെച്ച് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ച് ചെയ്തു നോക്കാനുള്ള പണി ഇയാൾ ഖൈറാലാണോ അഖൈറാലാണോ എന്ന് നോക്കലാണ്. ഒരു കണ്ണാടി വരച്ചിട്ട് അതിൻ്റെ മിറർ ഇമേജിനെ അസ്യൂം ചെയ്തിട്ട് ആ മിറർ ഇമേജ് ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ മാറ്റിവെച്ചോ, സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അയാൾ അഖൈറാലാണ്, ഒപ്റ്റിക്കലി അയാൾ ഇനാക്റ്റീവ് ആണ്. സൂപ്പർ ഇമ്പോസിബിൾ അല്ലെങ്കിൽ അഥവാ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അയാൾ ഖൈറാലാണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ചില മക്കൾ പറയലുണ്ട്, സാറേ ഈ ഖൈറാല് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ എന്ന് മറന്നു പോകും. സാധാരണ ഉണ്ടാവുന്ന സാധനം. അഖൈറാൽ എന്ന് പറയുമ്പോൾ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ എന്ന് മറന്നു പോകുക. അതിനുള്ള വഴിയാണ് ഞാനിനി പറഞ്ഞിരുന്നത്. ഖൈറാൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെറ്റർ C അല്ലേ, അതാണ് മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ സിയെ ഒന്ന് കണ്ണാടി കാണിച്ചു നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വെക്കും. ആ C ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ മിറർ ഇമേജ് ഇതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ? കണ്ടാൽ തന്നെ അറിയില്ല അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെന്ന്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇനി മുതൽ ഓർത്തോളണം, ഖൈറാൽ നോൺ സൂപ്പർ ഇമ്പോസിബിളാണ്. ഫസ്റ്റ് ലെറ്റർ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോക്കിയാൽ മതി. അഖൈറാൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് എഴുതി,
ഞാനൊരു മിററിൽ കാണിച്ചു, ക്യാപിറ്റൽ ലെറ്റർ എയുടെ മിറർ ഇമേജ് അങ്ങനെ തന്നെ വരിക, ശരിയല്ലേ? ഇമേജും മിറർ ഇമേജും ഒക്കെ സെയിമാ. അപ്പോൾ എനിക്ക് ആ മിറർ ഇമേജിനെ എങ്ങനെ പൊക്കിയെടുത്ത് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ അത് കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ അതെന്താണ് പറ? സൂപ്പർ ഇമ്പോസിബിൾ ആണ്. പഠിച്ചില്ലേ? അപ്പോൾ സൂപ്പർ ഇമ്പോസിബിൾ ആണ് ആര്? അക്കൈറാൽ. അപ്പോൾ അക്കൈറാൽ എന്ന് പറയുന്നവൻ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ എന്ന് കാണാൻ ഇനി പ്രയാസമില്ല. അതിലെ ഫസ്റ്റ് ലെറ്റർ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത ചർച്ച, സാറേ ഒരു മോളിക്യൂള് കൈറാലാണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഓക്കെ, അയാളുടെ മിറർ ഇമേജ് അതിൻ്റെ മുകളിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോക്കിയാൽ മതി. അതെ. അല്ല സാർ, അതിനൊക്കെ ഒരുപാട് സമയം പോവില്ല, അതല്ലാതെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. എന്താണത്? ഒരു കോമ്പൗണ്ടിൽ കൈറാൽ കാർബൺ ഉണ്ടോ നോക്കിയാൽ മതി. ഒരു കോമ്പൗണ്ടിൽ കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഓർത്തു വെക്കണേ, ഒരു കോമ്പൗണ്ടിൽ കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. കൈറാൽ കാർബണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റീരിയോ സെന്റർ അല്ലെങ്കിൽ സ്റ്റീരിയോജെനിക് എന്നൊക്കെ പേര് വിളിക്കും. ഇങ്ങനെ ഒരു കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നൊരു ചോദ്യം വന്നാൽ താഴെ പറയുന്നതിൽ ആർക്കാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ താഴെ പറയുന്നതിൽ ആർക്കാണ് കൈറാൽ കാർബൺ പ്രസന്റ് ആയിട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാ കൈറാൽ കാർബണിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? അതിന് കൈറാൽ കാർബൺ ആരാണെന്ന് അറിയണം. കൈറവൽ കാർബൺ എന്ന് പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? 4 വാലൻസി സിംഗിൾ ബോണ്ടായിട്ട് കിടക്കുന്ന കാർബൺ എന്നാണ്. 4 വാലൻസി ഉള്ള കാർബൺ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എല്ലാ കാർബണിനും വാലൻസി 4 തന്നെ. ആ 4 വാലൻസിയും സിംഗിൾ ബോണ്ടുകളായിട്ട് കിടക്കുന്ന കാർബണിനെയാണ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പേര് വിളിക്കുക. ഹാവിങ് 4 ഡിഫറൻറ്റ് വാലൻസീസ്, ആ കാർബണുകൾക്ക് 4 വാലൻസി ഉണ്ട്, 4ഉം ഡിഫറൻറ്റ് വാലൻസിയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ കൈറാൽ കാർബൺ എന്ന് പേര് വിളിക്കുക. അപ്പോൾ മോനെ ഞാനൊരു കൈറാൽ കാർബണിനെ വരച്ച് കാണിച്ചു തരാം. ഒരു കാർബൺ, അതിന് 4 സിംഗിൾ ബോണ്ടുകൾ ഉണ്ടായിരിക്കണം. ആ 4 സിംഗിൾ ബോണ്ടും ഡിഫറൻ്റ് ആയിരിക്കണം. ഒന്ന് എ ആണെങ്കിൽ മറ്റേത് ബി, മറ്റേത് സി, മറ്റേത് ഡി, ഒന്നുപോലും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അപ്പോൾ ഈ കാർബൺ ഇല്ലടാ, അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് കൈറാൽ കാർബൺ. കൈറാൽ കാർബണുകളെ നമ്മളിങ്ങനെ സ്റ്റാർ ഇട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇത് കൈറാൽ കാർബൺ ആണ്. അപ്പോൾ ഇതിൽ സ്റ്റീരിയോ കാർബൺ ഉണ്ട്, അഥവാ കൈറാൽ കാർബൺ ഉണ്ട്, സ്റ്റീരിയോ സെൻറ്റർ ഉണ്ട് എന്നൊക്കെ പറയാം. ഈ കാണുന്ന വാക്കുകളൊക്കെ പറയാം. അപ്പോൾ ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഒരു സിംഗിൾ ബോണ്ടഡ് കാർബൺ ഹാവിങ് 4 ഡിഫറെൻറ്റ് വാലൻസീസ്, ഇതാണ് കൈറാൽ കാർബൺ. അങ്ങനെ ഒരു കാർബൺ ഉണ്ടോ അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയാണ്. ജെയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്, വഴിയേ വരും. ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ചെക്ക് എന്ന് എഴുതി ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ചെക്ക് വെദർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ക്യാൻ ഓർ കനോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നാൽ എഴുതിക്കൊള്ളണേ, നിങ്ങൾ കംപ്ലീറ്റ് എഴുതിക്കൊള്ളണേ. ചെക്ക് വെദർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ക്യാൻ ഓർ കനോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം, ഇതാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ. ചെക്ക് വെദർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ക്യാൻ ഓർ കനോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. താഴെ പറയുന്ന കോമ്പൗണ്ടുകൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ആളെ നോക്കാം, 2-chlorobutyne. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ അല്ലടാ, 1 2 3 4. അതിലെ രണ്ടാമത്തെ കാർബണിൽ ക്ലോറിനും ഉണ്ട്. ഇതാണല്ലോ 2-chlorobutyne. ബാക്കിയൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് CH3, ഇത് CH, ഇത് CH2, ഇത് CH3 എന്ന് വരും. ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിലൊരു കൈറാൽ കാർബൺ ഉണ്ട്. ആരാണ് ഇതിലെ കൈറാൽ കാർബൺ? സെക്കൻഡ് കാർബൺ ആണ് കൈറാൽ കാർബൺ. ആ കാർബണിൻ്റെ 4 വാലൻസിയും ഡിഫറൻ്റ് ആണ്. ഒരു വാലൻസി CH3, മറ്റൊരു വാലൻസി Cl, മറ്റൊരു വാലൻസി CH2 CH3, മറ്റൊരു വാലൻസി H. ടോട്ടൽ 4 വാലൻസി വന്നു. ആ 4ഉം ഡിഫറൻ്റ് ആണ്. നിങ്ങൾ കാണുന്നില്ലേ? ഒന്ന് മീഥൈൽ ഗ്രൂപ്പ്, മറ്റൊന്ന് ഈഥൈൽ ഗ്രൂപ്പ്, മറ്റൊന്ന് ക്ലോറിൻ, മറ്റൊന്ന് H. ഇങ്ങനെ 4 ഡിഫറൻറ്റ് വാലൻസി വന്നതുകൊണ്ട് ഇത് കൈറാൽ കാർബൺ ആണ്. കൈറാൽ കാർബൺ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം ക്യാൻ ഷോ, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. മനസ്സിലായോ? രണ്ടാമത്തെ കോമ്പൗണ്ട് ഇവിടെ കാണുന്നുണ്ട് മോനെ. രണ്ടാമത്തെ കോമ്പൗണ്ട് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നീ ഒന്ന് ചെയ്തു നോക്ക്. 2-chloropropane എന്നാണ് പേര്. 2-chloropropane. നീ ഒന്ന് ചെയ്തു നോക്ക്.
എന്നിട്ട് കണ്ടിന്യൂ ചെയ്യ്, 3 കാർബൺ വരക്കണം. അപ്പോഴാണല്ലോ പ്രൊപ്പൈൻ. രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ ഉണ്ട്, അപ്പോൾ 2 ക്ലോറോ പ്രൊപ്പൈനായി. ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ ഇത് CH3, ഇത് CH3, ഇത് CH. ഇങ്ങനെയല്ലേ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുക. വാലൻസി കംപ്ലീറ്റ് ആകാനുള്ള അത്രയും ഹൈഡ്രജൻസ് ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. എടാ, ഇതിലൊന്നുപോലും കൈറാൽ കാർബൺ അല്ല. നമുക്കിപ്പോൾ ആകെ നോട്ടം പോവുക രണ്ടാമത്തെ കാർബണിനാണ്. ആ രണ്ടാമത്തെ കാർബൺ കൈറാലാണോ അല്ലേ നോക്കാനാണ് ഞാനിപ്പോൾ മെനക്കെടുന്നത്. എങ്ങനെയാണോ ഒരാൾ കൈറാലാണോ നോക്കുക? അയാളിൽ 4 ഡിഫറൻറ്റ് വാലൻസി ഉണ്ടോ നോക്കിയാൽ മതി. ഇയാൾ മീഥൈൽ ഗ്രൂപ്പ്, ഇയാൾ മീഥൈൽ ഗ്രൂപ്പ്, ഡിഫറൻ്റ് അല്ലല്ലോ, സെയിം ഗ്രൂപ്പായി പോയില്ലേ. ഇയാൾക്ക് കനോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല. കാര്യം അതിൽ 2 വാലൻസി സെയിം ആയി പോയി. 4 വാലൻസിയും ഡിഫറൻ്റ് ആണെങ്കിലേ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും 2-ഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡിന് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് ഞാനൊന്ന് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കാണുക. പൊന്നുമക്കളെ, വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ചെയ്തു നോക്കണേ. 2-ഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ അല്ലേടാ? 1, 2, 3 കാർബൺ. ഓയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് ഏതാ? അറ്റത്തുള്ള കാർബൺ COOH ആക്കണം. അറ്റത്തുള്ള കാർബൺ ഏതാണോ അതിന് ഒന്നാമത്തെ കാർബൺ എന്നാണ് പേര് വിളിക്കുക. അതിൽ രണ്ടാമത്തെ കാർബണിൽ ഹൈഡ്രോക്സി ഉണ്ട് എന്ന് പറഞ്ഞാൽ OH ഉണ്ട് എന്നല്ലേ അർത്ഥം. ബാക്കിയുള്ള വാലൻസി ഒക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്താൽ ഇത് CH3, ഇത് CH എന്ന് വരും. ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടോ എന്ന് നോക്കടാ. ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടോ നോക്കിയാൽ മതി. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊരു കൈറാൽ കാർബൺ ഉണ്ട്. കാരണം ആ റെഡ് കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കാർബണിൻ്റെ 4 വാലൻസിയും ഡിഫറൻ്റ് ആണ്. ഒന്ന് CH3, മറ്റൊന്ന് OH, മറ്റൊന്ന് H ഹൈഡ്രജൻ, മറ്റൊന്ന് COOH. ലേസർ പോയിന്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഒന്ന് മീഥൈൽ ഗ്രൂപ്പ്, മറ്റൊന്ന് OH ഗ്രൂപ്പ്, ഡിഫറൻ്റാ. മറ്റൊന്ന് H ഡിഫറൻ്റാ, മറ്റൊന്ന് COOH ഡിഫറൻ്റാ. അപ്പോൾ ഇതിൽ കൈറാൽ കാർബൺ ഉണ്ട്. ആരാണ് ഇതിലെ കൈറാൽ കാർബൺ? ഇവരാണ് കൈറാൽ കാർബൺ. ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്, ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 2-ഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയുന്ന ആളില്ലേ, അതിനെ നമ്മൾ നാട്ടിൽ വിളിക്കുന്ന പേര് ലാക്റ്റിക് ആസിഡ് എന്നാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് നിന്നോട് താഴെ പറയുന്നതിൽ ആരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ലാക്റ്റിക് ആസിഡ് എന്ന് കണ്ടാൽ അതിൽ കൈറാൽ കാർബൺ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ലാക്റ്റിക് ആസിഡിൻ്റെ IUPAC നെയിം അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അറിയണം. 2-ഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിക് ആസിഡ്. മറക്കരുത് മോനെ. അപ്പോൾ ലാക്റ്റിക് ആസിഡിന് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും, ഓർത്ത് വെച്ചേക്ക്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. 2,3-ഡൈഹൈഡ്രോക്സി ബ്യൂട്ടൻ 1,4 ഡയോയിക് ആസിഡ്. വലിയ പേരാണല്ലേ? വലിയ പേരായിട്ടൊന്നും കാര്യമില്ല. ഇവനെ ഞങ്ങൾ ഷോർട്ടാക്കിയിട്ട് ടാർട്ടാറിക് ആസിഡ് എന്ന് പേര് വിളിക്കാറുണ്ട്. ടാർട്ടാറിക് ആസിഡ്. നിങ്ങളെല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയടാ. ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. 2,3-ഡൈഹൈഡ്രോക്സി ബ്യൂട്ടൻ. ബ്യൂട്ടെന്ന് കണ്ടു, 4 കാർബൺ എഴുതി, കണ്ടില്ലേ? 1,4 ഡയോയിക് ആസിഡ്. ഒന്നാമത്തെ കാർബൺ COH ആണ്, 4ാമത്തെ കാർബണും COH ആണ്. രണ്ടാമത്തെയും 3ാമത്തെയും പൊസിഷനിൽ ഡൈഹൈഡ്രോക്സി ഉണ്ട്. ഇവിടെയും ഒരു OH ഉണ്ട്, ഇവിടെയും ഒരു OH ഉണ്ട്. ഇതല്ലേ 2ാമത്തെയും 3ാമത്തെയും പൊസിഷൻ. ബാക്കിയുള്ള വാലൻസി ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. പരിപാടി കഴിഞ്ഞു. ഇതിൽ കൈറാൽ കാർബൺ ഉണ്ടോ നോക്കണം. നോക്കിക്കേടാ. കൈറാൽ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ ഹാവിങ് 4 ഡിഫറെൻറ്റ് വാലൻസീസ് എന്നാണ്. ഞാൻ നിങ്ങളോട് പറയാണ് മോനെ, ഇതിൽ 2 കൈറാൽ കാർബൺ ഉണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് കാണണേ. കണ്ടതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു കൈറാൽ കാർബൺ ആണ്, ഇതും ഒരു കൈറാൽ കാർബൺ ആണ്. കാര്യം ആ കാർബണിൻ്റെ 4 വാലൻസിയും ഡിഫറെൻറ്റാ. ആദ്യത്തെ കൈറാൽ കാർബണിനെ നോക്കിക്കേ, ഒരു വാലൻസി COOH, മറ്റൊരു വാലൻസി OH, മറ്റൊരു വാലൻസി ഈ H. 4ാമത്തെ വാലൻസി വലിയൊരു ഗ്രൂപ്പാണ്. ഈ കാണുന്ന മൊത്തം ആൾക്കാരും 4ാമത്തെ വാലൻസിയാണ്. അതേപോലെയാണ് 2ാമത്തെ കൈറാൽ കാർബൺ. ഒരു വാലൻസി COOH, മറ്റൊന്ന് OH, മറ്റൊന്ന് H. 4ാമത്തെ വാലൻസി ഈ കാണുന്ന വലിയ ഗ്രൂപ്പ്. അപ്പോൾ 2 കാർബണുകൾക്കും 4 ഡിഫറെൻറ്റ് വാലൻസി ഉള്ളത് കൊണ്ട് ഇതിന് 2 കൈറാൽ കാർബൺ ഉണ്ട് എന്ന് പറയാം. ഇയാൾക്ക് ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം.
ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റും. അപ്പോൾ ടാർട്ടാറിക് ആസിഡിനും ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റും. ലാക്റ്റിക് ആസിഡിനും ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റും. ലാക്റ്റിക് ആസിഡിൽ കൈറാൽ കാർബണിൻ്റെ എണ്ണം 1, ടാർട്ടാറിക് ആസിഡിൽ കൈറാൽ കാർബണിൻ്റെ എണ്ണം 2. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആ വാക്ക് ഇങ്ങനെയാണ്, ഇനാൻഷ്യോമേഴ്സ്. പഠിച്ചോളണേ മോനെ, ഇനാൻഷ്യോമേഴ്സ്. എന്താണ് ഇനാൻഷ്യോമേഴ്സ്? ശരിക്കും കേട്ടോ മോനെ, ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് നോക്കൽ എങ്ങനെയെന്ന് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൽ കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഒരു കോമ്പൗണ്ടിന് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ഉണ്ടെങ്കിൽ അയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഒരാൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരു കാർബണിൽ കൈറാൽ കാർബൺ ഉണ്ടാവുക. 2 വഴിക്ക് ഇതിനെ നോക്കാം. രണ്ടും ഒന്ന് തന്നെ, 2 വഴിക്ക് നമുക്ക് ഇതിനെ നോക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കേൾക്കടാ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അയാളുടെ മിറർ ഇമേജ് ഇതിനു മുകളിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്നാണല്ലോ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അത് കൈറാൽ കോമ്പൗണ്ട് ആണ്, അതിന് ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റും എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റിയാൽ അതിൻ്റെ ആ ഒബ്ജക്റ്റിനെയും ആ മിറർ ഇമേജിനെയും തമ്മിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമേഴ്സ്. ആരാണ് ഇനാൻഷ്യോമേഴ്സ്? ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ മിറർ ഇമേജും, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള അയാളുടെ മിറർ ഇമേജും, അതിനെ വിളിക്കുന്ന പേരാണ്, പറഞ്ഞോടാ, ഒരു ഒബ്ജക്റ്റും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള അയാളുടെ മിറർ ഇമേജും അവരെ തമ്മിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമേഴ്സ്. അപ്പോൾ ആരാണ് ഇനാൻഷ്യോമേഴ്സ്? ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. 2 ഒപ്റ്റിക്കൽ ഐസോമറുകളാണ്. അവരുടെ പ്രത്യേകത നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുകളാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ഇമേജ് ആണല്ലോ. ആ മിറർ ഇമേജുകളുടെ പ്രത്യേകത അവർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതിന് എക്സാമ്പിളാണ് ലാക്റ്റിക് ആസിഡ്. അതായത് ഒപ്റ്റിക്കൽ ഐസോമർസും കാണിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇനാൻഷ്യോമേഴ്സ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഇനാൻഷ്യോമേഴ്സ് കാണുക? ഇതാണല്ലോ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡിൻ്റെ ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. CH3CH, ഇവിടെ OH, ഇവിടെ COOH. ഞാൻ അതിനെങ്ങനെയാണ് വരച്ചു. ഈ COOH, ഒന്നാമത്തെ COOH-നെയാണ് നിങ്ങൾ ഈ കാണുന്നത്, മുകളിൽ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു കാർബൺ ഉണ്ട്. ആ കാർബണിൻ്റെ 4 വാലൻസി ആയിട്ട് ഞാനിതാ ഒന്ന് H, മറ്റൊന്ന് OH, ഒന്ന് COH, മറ്റൊന്ന് CH3 എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതാ ഇയാളിൽ നിങ്ങളതെല്ലാം കാണുന്നുമുണ്ട്. കണ്ടില്ലേ മോനെ? ദെൻ അതിൻ്റെ മിറർ ഇമേജിനെ ഒന്ന് ശ്രദ്ധിച്ചേ. മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന H, ഈ H, കണ്ണാടിയുടെ അടുത്തുള്ള H മിറർ ഇമേജിൽ ആദ്യം ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ആ മിറർ ഇമേജിനെ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നോക്കിക്കേ. പറ്റില്ല. എന്താ കാര്യം? ഈ അങ്ങേ തലക്ക് കിടക്കുന്ന OH ആണ് ഇവിടെ കിടക്കുന്ന H-ൻ്റെ മുകളിൽ വരിക. അപ്പോൾ സൂപ്പർ ഇമ്പോസിബിൾ അല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇനാൻഷ്യോമേഴ്സ് ആണ്. ഇവർ തമ്മിൽ എന്താണെന്നാ പറയാ? ഇവരെ തമ്മിൽ നമ്മൾ വിളിക്കുന്ന പേര് ഇനാൻഷ്യോമർ എന്നാണ്. ഇനാൻഷ്യോമേഴ്സ്. ഡീലല്ലേ മോനെ? ഇനി ഞാനൊരു കാര്യം പറയുകയാണെ, ഇയാള് ഡെക്സ്ട്രോ ഐസോമർ ആണെങ്കിൽ എന്നേ പറയാൻ പറ്റൂ. ഡെക്സ്ട്രോ ഐസോമർ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഡെക്സ്ട്രോ ഐസോമർ ആണെങ്കിൽ ഇയാൾ ലീവോ ഐസോമറാണ്, അത്രേ പറയാൻ പറ്റൂ. ഇതിൽ ആരാണ് ഡെക്സ്ട്രോ ആരാണ് ലീവോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരാൾ ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റേ ആൾ ലീവോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു ഡെക്സ്ട്രോ ഐസോമറും അയാളുടെ ലീവോ ഐസോമറും തമ്മിൽ ഉള്ള കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറ? ഇനാൻഷ്യോമേഴ്സ്. കിട്ടിയല്ലോ മോനെ? അപ്പോൾ ആരാണ് ഇനാൻഷ്യോമർ എന്ന് ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. 2 ഒപ്റ്റിക്കൽ ഐസോമറുകൾ അവർ തമ്മിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജുകളാണ് എന്ന് പറഞ്ഞാൽ മെർജ് ചെയ്യില്ല. അങ്ങനത്തെ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമേഴ്സ്. ഇനാൻഷ്യോമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതിയെടുത്തോളണേ. അവർക്ക് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. 2 ഇനാൻഷ്യോമർ എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ തമ്മിലാണല്ലോ ഇനാൻഷ്യോമർ ആവുക. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇനാൻഷ്യോമർ ആവാൻ പറ്റില്ലല്ലോ. ഒരാളും അയാളുടെ ഐസോമറും ആണല്ലോ ഇനാൻഷ്യോമർ. ആ 2 ആളുകൾക്ക് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും, പക്ഷേ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡെക്സ്ട്രോ ആണെങ്കിൽ രണ്ടാമത്തെ ആളുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ലീവോ ആണ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡിഫറെൻ്റാണ്, പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിമാണ്.
ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ പെടും? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, സൊല്യൂബിലിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത്യാദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഈ ഇനാൻഷ്യോമറുകൾക്ക് സെയിം ആയിരിക്കും എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനിടയിൽ പറയേണ്ട മറ്റൊരുത്തനാണ് മീസോ കോമ്പൗണ്ട്. ചിലരിതിനെ മെസോ കോമ്പൗണ്ട് എന്ന് ഉച്ചരിക്കും. നിങ്ങൾ എങ്ങനെ വേണേലും പറയൂ. ഞാൻ ഇതിനെ മീസോ കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞ് ശീലിച്ചത്, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഒരാൾ മീസോ കോമ്പൗണ്ട് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അയാളിൽ ഒന്നിലധികം കൈറാൽ കാർബൺ ഉണ്ടായിരിക്കണം. എന്താണടാ? ഒന്നിലധികം കൈറാൽ കാർബൺ ഉണ്ടായിരിക്കണം. ഓക്കെ. 2, അയാളിൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ടായിരിക്കണം. അതാണ് പ്രധാനം. ഒന്നിലധികം കൈറാൽ കാർബൺ വേണം, 2 അതിലധികമോ കൈറാൽ കാർബൺ വേണം, പ്ലെയിൻ ഓഫ് സിമ്മട്രി വേണം. എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. 2 കാർബൺ ഉണ്ട് കേട്ടോ മോനെ, 2 കാർബൺ. ഇതിൻ്റെ 4 വാലൻസി നോക്കിക്കോളണേ. ഈ കാർബണിൻ്റെ ബാക്കി ഇനി 3 വാലൻസി ഉണ്ടാവുമല്ലോ. ഇത് എ, ഇത് ബി, ഇത് സി. ഇത് എ, ഇത് ബി, ഇത് സി. ഈ 2 കോമ്പൗണ്ട്, ഈ ഒരു ഒറ്റ കോമ്പൗണ്ട്, ഇതൊരു കോമ്പൗണ്ടാ. 2 കോമ്പൗണ്ട് ഉണ്ടാവില്ല. ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ മീസോ കോമ്പൗണ്ട് എന്ന് പറയാം. 2 ആളുകളെ തമ്മിലല്ല മീസോ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ടിന്റെ പേരാ മീസോ കോമ്പൗണ്ട്. ഇയാളിപ്പോൾ ഒരു മീസോ കോമ്പൗണ്ടാ. എനിക്കെങ്ങനെ മനസ്സിലായത് എന്നറിയാം നിങ്ങൾക്ക്? ഇതിൽ 2 കൈറാൽ കാർബൺ ഉണ്ട്. ഇതാ ഇയാളുടെ കൈറാൽ കാർബണാ. അയാളുടെ 4 വാലൻസിൻ ഡിഫറൻറ്റാ. 1 എ, 1 ബി, 1 സി. 4-മത്തത് പിന്നെ താഴെ കാണുന്ന സിയും അയാളുടെ പടയാളികളും അടക്കം മൊത്തത്തിൽ 4-മത്തൊരു വാലൻസി. എന്ന പോലെ 4 ഡിഫറൻറ്റ് വാലൻസി ഉള്ള മറ്റൊരു കൈറാൽ കാർബണാണ് ഇദ്ദേഹം. എന്നാൽ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ആ പ്ലെയിനിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ളത് സെയിം ആയിരിക്കും, മിറർ ഇമേജുകളായിരിക്കും എന്നാണ്. മുകളിലേക്ക് എങ്ങനെയാണോ അങ്ങനെ താഴേക്ക്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കണ്ണാടി വെച്ചാൽ, ഇങ്ങനെ ഒരു കണ്ണാടി പോലെ നീ ഒന്ന് വിചാരിക്ക്. ഈ മുകളിലുള്ള സാധനത്തിൻ്റെ മിറർ ഇമേജ് അല്ലേടാ താഴെയുള്ളത്? ഹലോ, മുകളിലുള്ള ഹാഫിൻ്റെ മിറർ ഇമേജ് അല്ലേ താഴെയുള്ളത്? ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ഇതൊരു കണ്ണാടിയാണ്. മുകളിലുള്ള ആളുടെ നേരെ മിറർ ഇമേജ് ആണല്ലോ താഴെയുള്ളത്. അങ്ങനെ കിട്ടുന്ന പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ഓഫ് സിമ്മട്രി. എന്താടാ പേര്? പ്ലെയിൻ ഓഫ് സിമ്മട്രി. അപ്പോൾ ആരാണ് മീസോ കോമ്പൗണ്ട്? ഒന്നിലധികം കൈറാൽ കാർബൺ ഉണ്ടാവണം, അതിവിടെയുണ്ട്. പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ടായിരിക്കണം, അതും ഇവിടെയുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസോ കോമ്പൗണ്ട്. ഇവിടെ എക്സാമ്പിളായിട്ട് ഇയാളെ വരച്ചു വെക്കുക. മീസോ കോമ്പൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയോ? മീസോ കോമ്പൗണ്ട്സ് ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ്. എടാ 2 കൈറാൽ കാർബൺ ഇല്ലേ സാറേ? ഉണ്ട്. കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ലേ എന്ന ചോദ്യത്തിനൊരു എക്സെപ്ഷനാണിത്. എല്ലാ കൈറാൽ കാർബൺ ഉള്ള ആൾക്കാരും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെന്നില്ല. കൈറാൽ കാർബൺ ഉള്ള ആളുകളിൽ തന്നെ പ്ലെയിൻ ഓഫ് സിമ്മട്രി ഉണ്ടെങ്കിൽ ആകെ മൊത്തം ആ മോളിക്യൂൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓർത്ത് വെക്കുക, മീസോ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഡ്യൂ ടു, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കും. ഇന്റേണൽ കോമ്പൻസേഷൻ. മറക്കരുത് മോനെ, ആ വാക്ക് മറക്കരുത്. ഇന്റേണൽ കോമ്പൻസേഷൻ. എന്താ ഇന്റേണൽ കോമ്പൻസേഷൻ? ഞാൻ പറഞ്ഞുതരാം, നീ ഇതൊന്ന് കേൾക്ക്. അപ്പോൾ മീസോ കോമ്പൗണ്ടുകൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ പറ, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഡ്യൂ ടു ഇന്റേണൽ കോമ്പൻസേഷൻ. ഡ്യൂ ടു ഇന്റേണൽ കോമ്പൻസേഷൻ. എന്താണ് ഇന്റേണൽ കോമ്പൻസേഷൻ? ഞാൻ പറഞ്ഞുതരാം. എടാ, മുകളിലുള്ള കൈറാൽ കാർബണിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡെക്സ്ട്രോ ആണ് എന്ന് നീ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള കൈറാൽ കാർബണിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ലീവോ ആയിരിക്കും. ഒരാൾ എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും താഴെ. കാര്യം എന്താ? മിറർ ഇമേജ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിറർ ഇമേജുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റൊരാൾ ലീവ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മിറർ ഇമേജ് ഫോം ചെയ്തിരിക്കുകയാണ്. 2 കൈറാൽ കാർബൺ ഉണ്ട്. കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകും. അപ്പോൾ മുകളിലുള്ള ഹാഫിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണോ അതിനെ താഴെയുള്ള ഹാഫ് ക്യാൻസൽ ചെയ്തു പോകുന്നു. ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ മറ്റൊരു ഹാഫ് ക്യാൻസൽ ചെയ്തു പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ കോമ്പൻസേഷൻ. എന്താ പേര്? ഇന്റേണൽ കോമ്പൻസേഷൻ. എന്തുകൊണ്ടാണ് ഇന്റേണൽ കോമ്പൻസേഷൻ ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള 2 കൈറാൽ കാർബണുകളുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്
ഇന്റേണൽ കോമ്പൻസേഷൻ ആയത്. ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ്. രണ്ട് മോളിക്യൂളുകൾക്ക് ഇടയിലാണെങ്കിൽ അത് എക്സ്റ്റേണൽ കോമ്പൻസേഷൻ ആണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരും. റെസിമിക് മിക്സ്ചർ എനിക്ക് പിന്നീട് പറയാനുണ്ട്. ഇപ്പം നമ്മുടെ ചർച്ച മീസോ കോമ്പൗണ്ട് പിടിക്കുക. മീസോ കോമ്പൗണ്ടിൻ്റെ കണ്ടീഷൻ പറഞ്ഞു, മോർ ദാൻ 1 കൈറാൽ കാർബൺ വേണം, പ്ലെയിൻ ഓഫ് സിമെട്രി വേണം. ഓർത്ത് വെച്ചേക്ക്, മീസോ കോമ്പൗണ്ട്സ് ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഡ്യൂ ടു ഇന്റേണൽ കോമ്പൻസേഷൻ. അതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്, ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡിൻ്റെ ഫോർമുല ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. 2,3 ഡൈഹൈഡ്രോക്സി 1,4 ബ്യൂട്ടൻ ഡയോയിക് ആസിഡ്. ഇനി അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള 3 ചിത്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ. ഈ 3 ചിത്രം ഉണ്ടല്ലോടാ, ഞാനിപ്പോൾ ഇവിടെ വരച്ചേക്കുന്ന 3 ചിത്രം, ഈ 3 പേരും ടാർട്ടാറിക് ആസിഡ് തന്നെയാണ്. 3 ടാർട്ടാറിക് ആസിഡ്. എങ്ങനെ എനിക്ക് മനസ്സിലായി? COH, പിന്നെ അടുത്തത് CHOH, CHOH, പിന്നെയും COH. ഇങ്ങനെ തന്നെയല്ലേ ഇത്? അപ്പോൾ COH, CHOH, CHOH, COH എന്ന ഫോർമുല വരുന്ന എല്ലാവരും ടാർട്ടാറിക് ആസിഡാണ്. ഇവിടെ നോക്കിയാൽ COH, CHOH, CHOH, COH. ഇവിടെ നോക്കിയാൽ COH, CHOH, CHOH, COH. ഞാൻ പറയുകയാണേ, ഇങ്ങനെ 3 രൂപത്തിലാണ് ടാർട്ടാറിക് ആസിഡ് നിൽക്കുക. ഈ 3 എണ്ണത്തിൽ ഏതോ ഒന്ന് മീസോ കോമ്പൗണ്ടാണ്. ഹലോ, 3 എണ്ണത്തിൽ ഏതോ ഒന്ന് മീസോ കോമ്പൗണ്ടാണ്. ഐഡൻറ്റിഫൈ ദാറ്റ് മീസോ കോമ്പൗണ്ട് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ടാർട്ടാറിക് ആസിഡിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഈ 3 ചിത്രങ്ങളൊന്ന് വരച്ചിട്ട് ഇതിലേതാണ് മീസോ ടാർട്ടാറിക് ആസിഡ് എന്ന പേരുള്ളവൻ എന്ന് നീ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പണി നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവനാണ് മീസോ കോമ്പൗണ്ട്, ഇവനാണ് മീസോ ടാർട്ടാറിക് ആസിഡ്. മീസോ ടാർട്ടാറിക് ആസിഡ് എന്തുകൊണ്ടാണ് ഇവൻ മീസോ ടാർട്ടാറിക് ആസിഡ് ആയത്? ഇതിൽ 2 കൈറാൽ കാർബൺ ഉണ്ട്, ഇതിലൊരു പ്ലെയിൻ ഓഫ് സിമെട്രിയുമുണ്ട്. ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിനിൻ്റെ അപ്പർ ഹാഫിൻ്റെ മിറർ ഇമേജ് ആണ് ലോവർ ഹാഫ്. ഒരു മോളിക്യൂളിൻ്റെ അപ്പർ ഹാഫിൻ്റെ മിറർ ഇമേജ് ലോവർ ഹാഫിന് വന്നാൽ അതിനെ നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പേര് വിളിക്കും. പ്ലെയിൻ ഓഫ് സിമെട്രിയും ഒന്നിലധികം കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ അവനെ മീസോ കോമ്പൗണ്ട് എന്ന് പേര് വിളിക്കും. അപ്പോൾ ടാർട്ടാറിക് ആസിഡിന് എത്ര ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ട്? 3 ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ട്. അതിൽ 2 എണ്ണം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, 1 എണ്ണം ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ആരാണ് ഇനാക്റ്റീവ്? മീസോ ടാർട്ടാറിക് ആസിഡ്. ബാക്കി 2 എണ്ണം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒന്നിനെ ഡെക്സ്ട്രോ ടാർട്ടാറിക് ആസിഡ് എന്നും മറ്റേതിനെ ലീവോ ടാർട്ടാറിക് ആസിഡ് എന്നും പേര് വിളിക്കാം. അത് ഡെക്സ്ട്രോ ആരാ ലീവോ ആരാന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കില്ല. ഏതോ ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റേത് ലീവോ ആണ്. 3ാമത്തെ ടൈപ്പാണ് മീസോ ടാർട്ടാറിക് ആസിഡ്. മീസോ ടാർട്ടാറിക് ആസിഡ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെങ്കിലും ഈ 3 എണ്ണത്തിനെയും നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പേര് പറയൂ കേട്ടോ. എടാ, ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പേര് പറയും. എന്താ ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പേര് പറയാൻ? ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉള്ള 2 ആളുകളെ തമ്മിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പേര് പറയും. ഇപ്പോൾ ഈ ഡെക്സ്ട്രോയുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ല ലീവോക്കുള്ളത്, ആ 2 പേരുടെയും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ല മീസോക്കുള്ളത്. അയാളുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി 0 എന്നാണ്. 0 ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഡെക്സ്ട്രോയിൽ നിന്നും ലീവോയിൽ നിന്നും ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ ഡിഫറൻ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉള്ള എല്ലാവരെയും നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പേര് വിളിക്കാം. അതായത് ടാർട്ടാറിക് ആസിഡിന് 3 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ട് എന്നർത്ഥം. 3 ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് 3 എണ്ണമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നെങ്കിൽ ടാർട്ടാറിക് ആസിഡിന് എത്ര ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് ഉണ്ട് എന്നായിരുന്നു ചോദ്യമെങ്കിൽ ആൻസർ 2 ആ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഐസോമറുകൾ എന്നാണ്. അത് 2 എണ്ണേ ഉള്ളൂ, ഡെക്സ്ട്രോയും ലീവോയും. അതിൽ മീസോ പെടില്ല. പക്ഷെ ഡെക്സ്ട്രോ ലീവോ മീസോ എന്നതിന് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പേര് പറയാം, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമർ എന്ന് പേര് പറയാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ മോനെ? റെഡി ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മീസോ കോമ്പൗണ്ട്സ് ആർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഡ്യൂ ടു ഡാഷ്. എന്താണ് ആ വാക്ക്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ കോമ്പൻസേഷൻ. എന്താടാ? ഇന്റേണൽ കോമ്പൻസേഷൻ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് റെസിമിക് മിക്സറിനെ പറയേണ്ടി വരും. റെസിമിക് മിക്സർ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് പറയലാണ് നല്ലത്. റെസിമിക് മിക്സ്ചർ. എന്താണ് മിക്സർ എന്ന് അറിയോ? മിക്സർ എന്ന് പറഞ്ഞാൽ 2 ആൾ കൂടണമല്ലോ. ഒരു ഡെക്സ്ട്രോ കോമ്പൗണ്ടും അയാളുടെ തന്നെ ലീവോ കോമ്പൗണ്ടും സെപ്പറേറ്റ് ആയിരിക്കുന്ന ഡെക്സ്ട്രോ കോമ്പൗണ്ടും ലീവോ കോമ്പൗണ്ടും ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്യാം. 2 കൂടിയാണ് മിക്സ് ചെയ്തു. എങ്ങനെ മിക്സ് ചെയ്യണം? ഇൻ 1:1 റേഷ്യോ.
എന്ന് പറഞ്ഞാൽ എത്ര അളവിലാണോ ഡെക്സ്ട്രോ ഉള്ളത് അതേ അളവിൽ മീസോ കോമ്പൗണ്ട് എടുത്താലേ അതിനെ നമ്മൾ റെസിമിക് മിക്സ്ചർ എന്ന് പേര് പറയുള്ളൂ. അപ്പോൾ ഒരു കോമ്പൗണ്ട് ഒരു കോമ്പൗണ്ട് എടുത്തു, അതിൽ എന്തൊക്കെയുണ്ട്? ഡെക്സ്ട്രോയും ഉണ്ട്, ലീവോയും ഉണ്ട്. മിക്സറാണ്, ഒരു മിക്സർ. ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള കാര്യമല്ല ഞാൻ ഈ പറയണേ. ഒരു ഡെക്സ്ട്രോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെക്സ്ട്രോ ലാക്റ്റിക് ആസിഡ് അറിയാലോ, നേരത്തെ പറഞ്ഞു ലാക്റ്റിക് ആസിഡ് മീസോ കോമ്പൗണ്ട് ഒന്നും അല്ലല്ലോ, കാര്യം അതിൽ ആകെ ഒരു കൈറാൽ കാർബൺ അല്ലേ ഉള്ളൂ. ലീവോ ലാക്റ്റിക് ആസിഡ്, ഡെക്സ്ട്രോ ലാക്റ്റിക് ആസിഡിന്റെ ഐസോമർ ആണല്ലോ ലീവോ ലാക്റ്റിക് ആസിഡ്. ഇത് രണ്ടും കൂടി ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്തു. എങ്ങനെ? 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്തു. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് റെസിമിക് മിക്സ്ചർ. ഈ റെസിമിക് മിക്സ്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ് ഇതിന്റെ കൂടെ പറയാനുള്ള കാര്യം. ഇറ്റ്സ് ഓൾസോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. റെസിമിക് മിക്സ്ചറും ഒപ്റ്റിക്കലി എന്താണ് ഇനാക്റ്റീവ് ആണ്. ഡ്യൂ ടു, അതിൻ്റെ കാരണം ഇങ്ങനെയാണ് പറയുക, എക്സ്റ്റേണൽ കോമ്പൻസേഷൻ എന്നാണ് പേര് പറയുക. എന്താണ് പേര്? എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. നേരത്തെ മീസോ കോമ്പൗണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ഇനാക്ടിവിറ്റിക്ക് കാരണം ഇന്റേണൽ കോമ്പൻസേഷനാണ്. എന്താ കാര്യം? ഒരു മോളിക്യൂളിൻ്റെ ഒരു ഹാഫിനെ മറ്റേ ഹാഫ് ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഒരു മോളിക്യൂളിനെ വേറെ ഒരു മോളിക്യൂൾ ക്യാൻസൽ ചെയ്യുന്നു. ഒരു മോളിക്യൂളിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ മറ്റൊരു മോളിക്യൂളാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളതിനെ എക്സ്റ്റേണൽ കോമ്പൻസേഷൻ എന്ന് പേര് വിളിക്കുക. ഡീലല്ലേ മോനെ? അടുത്തത് നമ്മൾ പഠിക്കുന്ന വാക്ക് ഡയസ്റ്റീരിയോമറാണ്. ഡയസ്റ്റീരിയോമർ എന്താണ് എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. എൻട്രൻസിന് താഴെ വരുന്ന രണ്ട് കോമ്പൗണ്ടുകൾ തമ്മിൽ എന്താണ് ബന്ധം? ഓപ്ഷൻ എ ഇനാൻഷ്യോമർ, ഓപ്ഷൻ ബി ഡയസ്റ്റീരിയോമർ, ഇങ്ങനെയൊക്കെ കാണും. അപ്പം ഡയസ്റ്റീരിയോമർ എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഡയസ്റ്റീരിയോമർ ആണോ അല്ലേന്ന് നോക്കാൻ പറ്റുള്ളൂ. എന്താ ഡയസ്റ്റീരിയോമർ? വാക്ക് ഞാനിവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചോളൂ. ഞാനിവിടെ വരക്കുന്നുണ്ട്. ഐസോമേഴ്സ് വിച്ച് ആർ നോൺ മിറർ ഇമേജ് ഓഫ് ഈച്ച് അതർ. ഒരാളും വേറൊരാളും ഇവർ തമ്മിൽ ഡയസ്റ്റീരിയോമർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ, അവർ തമ്മിൽ മിറർ ഇമേജ് ആവാനേ പാടില്ല. ഒരാളുടെ മിറർ ഇമേജേ അല്ല അടുത്ത ആൾ. ഒരാളുടെ കണ്ണാടിയിൽ കാണിച്ചാൽ കിട്ടുന്ന ഷേപ്പ് അല്ല രണ്ടാമത്തവനെങ്കിൽ ആ രണ്ടാളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റീരിയോമർ. രണ്ട് മിറർ ഇമേജ് പോലുമല്ലാത്ത ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റീരിയോമർ. ഈ ഡയസ്റ്റീരിയോമറിന്റെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ കൂടി ഇവിടെ ഞാൻ പറയുന്നുണ്ട്. അവർക്ക് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നേരത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരുന്നെങ്കിലും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, പണ്ട് നമ്മൾ പഠിച്ച ജോമെട്രിക്കൽ ഐസോമർ ഇല്ലടാ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ജോമെട്രിക്കൽ ഐസോമർ സിസ് ട്രാൻസ് ഐസോമറിസം ഉണ്ട്, സിൻ ആൻറ്റി ഐസോമറിസം ഉണ്ട്, സെഡ് ആൻഡ് ഇ ഐസോമർ ഉണ്ട്. ഈ രണ്ടാൾക്കാരൊക്കെ തമ്മിൽ നമുക്ക് ഡയസ്റ്റീരിയോമേഴ്സ് എന്ന് പേര് വിളിക്കാം. അപ്പോൾ ഡയസ്റ്റീരിയോമർ എന്ന വാക്ക് ഇവിടെയാണല്ലോ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ആ സാധനം അവിടെ പറയാതെ ഇവിടെ പറഞ്ഞതാണ്. ജോമെട്രിക്കൽ ഐസോമറുകൾ തമ്മിൽ ഡയസ്റ്റീരിയോമറുകളാണ്. ഒരാളുടെ മിറർ ഇമേജ് അല്ല അടുത്ത ആൾ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പഠിച്ചല്ലോ. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമേഴ്സിനെ തമ്മിൽ ഒരു സിസ് ഐസോമർ തന്നു, അതിൻ്റെ ട്രാൻസ് ഐസോമർ തന്നു. സിസ് ടു ബ്യൂട്ടീൻ ആൻഡ് ട്രാൻസ് ടു ബ്യൂട്ടീൻ ആർ ഡാഷ്. ഏതാ? ജോമെട്രിക്കൽ ഐസോമേഴ്സ്. ഓഫ് കോഴ്സ് ദേ ആർ ജോമെട്രിക്കൽ ഐസോമേഴ്സ്. അതിനെ നമുക്ക് ഡയസ്റ്റീരിയോമേഴ്സ് എന്നും പേര് പറയാം. കേട്ടോടാ? വീഡിയോ പോസ് ചെയ്തിട്ട് ഈ 3 ചിത്രം ഒന്ന് വരച്ചെടുക്ക്. ഈ 3 ചിത്രത്തിൽ ഒരു ചിത്രം എ, ഒരു ചിത്രം ബി, മറ്റൊരു ചിത്രം സി. ഇതിൽ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്ത്? ഇതവിടെ ഉണ്ട് ക്വസ്റ്റ്യൻ. എയും സിയും തമ്മിലുള്ള ബന്ധം എന്ത്? ബിയും സിയും തമ്മിലുള്ള ബന്ധം എന്ത്? ഒക്കെ നീ ഒന്ന് കാണുക, ഒന്ന് ചെയ്തു നോക്കിയേടാ. വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യൂ. ഇനി ഞാൻ ചെയ്യാൻ പോവാണ്. എടാ, എയും ബിയും തമ്മിലുള്ള ബന്ധം നോക്കാൻ അവർക്കിടയിൽ ഒരു കണ്ണാടി സങ്കല്പിച്ച് നോക്കണം, ഒരു മിറർ സങ്കല്പിച്ച് നോക്കുക. എന്നിട്ട് പറ, എയുടെ മിറർ ഇമേജ് ആണോ ബി എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എയുടെ മിറർ ഇമേജ് ആണ് ബി, ശരിയല്ലേ? ഈ CH3 ഇതാ കണ്ണാടിയിൽ ഇവിടെ കാണുന്നുണ്ട്, ബ്രോമിനും OH ഒക്കെ ഇതാ അടുത്തടുത്ത് ഇവിടെ കാണുന്നുണ്ട്, ഈ അകലെ കിടക്കുന്ന H ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. കറക്റ്റാ, മിറർ ഇമേജ് ആണെങ്കിൽ എയും ബിയും തമ്മിൽ എന്താണെന്നാണ് നമ്മൾ പറയുക? ഇനാൻഷ്യോമറാണ്, ഇനാൻഷ്യോമേഴ്സ്. കാര്യം എയുടെ മിറർ ഇമേജ് ആണല്ലോ ബിയെ നേരെ പൊക്കി കൊണ്ടുവന്ന് എയുടെ മുകളിൽ വെച്ചാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. ശ്രദ്ധിച്ചു നോക്കിയേ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുകളെ തമ്മിൽ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമേഴ്സ്. എയും സിയും തമ്മിൽ
എടാ എയും സിയും തമ്മിലാണ്. അപ്പം എ ഒന്ന് മനസ്സിൽ വിചാരിക്കുക, ഇതാ ഈ കാണുന്ന എ, അതിനെ കണ്ണാടിയിൽ കാണിച്ചാൽ കിട്ടുന്ന ഷേപ്പാണോ ബി എന്നൊന്ന് വിചാരിച്ചു നോക്കിയേ. സി സി സി, ബി അല്ല സി. എയെ കണ്ണാടിയിൽ കാണിച്ചാൽ കിട്ടുന്ന ഷേപ്പ് അല്ല സി. ശരിയല്ലടാ? എയും സിയും തമ്മിൽ നോക്കിക്കേ, ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു അപ്പർ ഹാഫ് നോക്കിക്കേ, CH3 Br CH3 അങ്ങനെ തന്നെയാണല്ലോ സിയിൽ കിടക്കണേ. അങ്ങനെ ആയിരിക്കില്ലല്ലോ, കണ്ണാടിയിലാവുമ്പോൾ തിരിഞ്ഞു വരുമല്ലോ. ഇതിപ്പോൾ കണ്ണാടി മിറർ ഇമേജ് അല്ല. താഴത്തെ ഹാഫ് ഓക്കെയാണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. എൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതി നേരെ കാണലും പകുതി തിരിഞ്ഞാണലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, മൊത്തത്തിൽ തിരിഞ്ഞാ കാണുക. അപ്പം ഇവയാൾ എയും സിയും തമ്മിൽ മിറർ ഇമേജേ അല്ല. അപ്പം നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് ഡയാസ്റ്റീരിയോമർ. എന്താ വിളിക്കുക? ഡയസ്റ്റീരിയോമർ. ബിയും സിയും തമ്മിൽ എന്താ? പെട്ടെന്നുണ്ട് കാര്യം, ബിയും സിയും അടുത്തടുത്താണല്ലോ വരച്ചത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ താഴെയുള്ള ഈ ഹാഫ്, ബിയുടെ താഴെയുള്ള ഈ ഹാഫ് സിയിലേക്ക് വന്നപ്പോൾ അത് മിറർ ഇമേജ് അല്ല, നേരെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ബിയും സിയും തമ്മിലും മിറർ ഇമേജ് അല്ല. അവർ മിറർ ഇമേജ് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റീരിയോമർ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കളി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എയും ബിയും സിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഓഫ് എ വിത്ത് ബി, സി ആൻഡ് ഡി. എയ്ക്ക് ബിയും സിയും ഡിയുമായിട്ടുള്ള ബന്ധം കണ്ടെത്തുക. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം നോക്കിയാൽ നിങ്ങൾ, എയിൽ COOH എന്ന് പറയുന്ന ആളാണ് ഏറ്റവും മുകളിൽ കിടക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? COH ആണ് മുകളിൽ കിടക്കുന്നത്, CH3 താഴെയാണ് കിടക്കുന്നത്. തന്നിരിക്കുന്ന BCD എന്ന് പറയുന്ന 3 ഓപ്ഷനിലും CH3 മുകളിലും COH താഴെയുമാണ്. കാണുന്നില്ലേ നിങ്ങൾ? അപ്പോൾ എയിലുള്ള മുകളിലെ COOH, താഴെ CH3 എന്നത് താഴെ തരുന്ന 3 ഓപ്ഷനിൽ തിരിഞ്ഞല്ലേ വരുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം. എ എന്ന് പറയുന്ന മോളിക്യൂളിനെ ഒന്ന് തിരിച്ചു വെക്കണം. എ എന്ന് പറയുന്ന മോളിക്യൂളിന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ ഞാനിതാ അയാളെ തിരിക്കാൻ പോവാണ്. അപ്പോൾ എ എന്ന് പറയുന്ന മോളിക്യൂളിനെ ഞാൻ ഇങ്ങനെ തിരിക്കാൻ പോവാണ്. എല്ലാവരുടെയും സഹകരണം, സപ്പോർട്ട് ആവശ്യമാണ്. എല്ലാവരും ഒന്ന് ചെയ്യണേ, ഒന്ന് മനസ്സിലാക്കണേ. COOH, ഇതാ ഞാൻ ആ എ എന്ന് പറയുന്ന മോളിക്യൂളിനെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എ എന്ന് പറയുന്ന മോളിക്യൂളിനെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടേ. മുകളിലെ COHലും താഴെയുള്ള CH3യിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കേടുപാടൊന്നും സംഭവിക്കാതെ ഒരു വാലൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന CH3 ഇപ്പോൾ എവിടെ എത്തി? പറ. മുകളിലെത്തി. CH3 മുകളിലുണ്ടായിരുന്ന COH ഇപ്പോൾ താഴെ എത്തി. 4 വാലൻസി ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചേടാ, CH3യുടെ ലെഫ്റ്റിലുണ്ടായിരുന്ന OH ഇല്ലേ, ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ചിന്തിച്ചേ. ഇപ്പോൾ താഴെ CH3 ഉണ്ടായിരുന്നു, അതിൻ്റെ ലെഫ്റ്റിലുണ്ടായിരുന്ന OH ഇങ്ങനെ കറങ്ങിയിട്ട് വരുമ്പോൾ റൈറ്റിലെത്തിയിട്ടുണ്ടാവും. മുകളിലെത്തുമ്പോൾ റൈറ്റിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന ഈ OH CH3യുടെ റൈറ്റിലെത്തിയിട്ടുണ്ട്. റൈറ്റിലുണ്ടായിരുന്ന H ഇപ്പോൾ ലെഫ്റ്റിലെത്തിയിട്ടുണ്ട്. തിരിഞ്ഞു വരും എന്ന പോലെയാണ് COHൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും. ഇടതുഭാഗത്തുണ്ടായിരുന്ന CH3 വലതുഭാഗത്തേക്ക് വരും, വലതുഭാഗത്തുണ്ടായിരുന്ന OH ഇടതുഭാഗത്തേക്കും വരും. OH അല്ല H. ഇതാണ് എ എന്ന് പറയുന്ന മോളിക്യൂളിനെ ഇങ്ങനെ തിരിച്ചു വെച്ചു എന്ന് കരുതി അയാൾ എ അല്ലാതാവുമോ? ഇല്ല. ഇത് ആരെന്നെയാണ്? പറ. എ തന്നെയാണ്. ഇത് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സ്റ്റുഡിയോയിലെ റിമോട്ട്. തിരിച്ചു വെച്ചാലോ? അത് അപ്പോഴും റിമോട്ട് തന്നെയല്ലേ. തിരിഞ്ഞു എന്ന് കരുതി ആള് മാറുമോടാ? ആള് മാറൂല. ഞാൻ അങ്ങനെ നിന്നാൽ എൻ്റെ പേര് മൂസിൻ. തിരിഞ്ഞെന്നാലോ? അപ്പോഴും മൂസിൻ. പേര് മാറൂലല്ലോ. എ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച് കരുതി ആള് മാറൂ? ഇല്ലല്ലോ. അപ്പോൾ ഈ കാണുന്ന തിരിച്ചു വെച്ചാൽ കാണുന്ന ഈ സാധനം എ തന്നെയാണ്. ഇനി നിങ്ങൾ ബിയിലേക്ക് വാ. ബി നോയിക്കേ, സൂക്ഷിച്ചു നോയിക്കേ. ബി അല്ലടാ, ഞാൻ നേരത്തെ വരച്ചു വെച്ചേക്കണതാ. ഈ വരച്ചു വെച്ച ഈ കുത്തനെ നിന്നാൽ എ എങ്ങനെയാണോ അയാൾ തന്നെയല്ലേ ഈ ബി എന്ന് വെച്ചേക്കണേ. ശരിയല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ. എ എങ്ങനെ തിരിച്ചു വെച്ചാൽ കിട്ടണം അതേ സാധനമാണ് ബി എന്നും പറഞ്ഞ് ഞാനിവിടെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എയും ബിയും തമ്മിൽ 2 അല്ല 1 അതിനെ നമ്മൾ ഐഡൻറ്റിക്കൽ എന്നാണ് പേര് വിളിക്കുക. എയും ബിയും തമ്മിൽ, എ എന്ന് പറഞ്ഞ് ഞാനിവിടെ മുകളിൽ കാണിച്ചിരുന്ന ആളും ബി എന്ന പേരിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആളും തമ്മിൽ ഐഡൻറ്റിക്കലാണ്. അപ്പം ഇനി ബിയും സിയും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയാൽ മതി. ബിയും സിയും തമ്മിൽ എന്താണോ ബന്ധം അതുതന്നെയാണ് എയും സിയും തമ്മിലും ഉണ്ടാവുക. കാര്യം എന്താ? എയും ബിയും ഒന്നാണെന്നല്ലേ നമ്മൾ പറഞ്ഞു. എ ഇങ്ങനെ കുത്തനെ വെച്ചാൽ എന്താണോ അതുതന്നെയാണ് ബി. അപ്പം എയും ബിയും 1.
അപ്പം ബിക്കും സിക്കും തമ്മിൽ എന്താണോ ബന്ധം അത് തന്നെയാണ് എക്കും സിക്കും തമ്മിൽ ഉണ്ടാവുക. ബിയും ഡിയും തമ്മിൽ എന്താണോ ബന്ധം അത് തന്നെയാണ് എയും ഡിയും തമ്മിൽ ഉണ്ടാവുക. കാര്യം ബിയും എയും ഒന്നാണ്, ഐഡൻറ്റിക്കലാണ്. നമുക്കിനി ബിയും സിയും തമ്മിലുള്ള ബന്ധം നോക്കാം. ചിന്തിച്ചേ കുഞ്ഞെ, ബിയും സിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കണ്ണാടി അസ്യൂം ചെയ്യണം. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ബി എന്നതിനെ കണ്ണാടിയിൽ കാണിച്ചാൽ കിട്ടുന്നതാണോ സി എന്ന് നീ ഒന്ന് നോക്ക്. അപ്പൊ കണ്ടു, ബി എന്നതിനെ കണ്ണാടിയിൽ കാണിച്ചാൽ കിട്ടുന്നതാണ് സി, അല്ലേ? ശരിയല്ലേ? അപ്പൊ ബിയും സിയും തമ്മിൽ മിറർ ഇമേജുകളാണ്. അപ്പൊ ബിയും സിയും തമ്മിൽ മിറർ ഇമേജ് ആണെന്ന് പറഞ്ഞാൽ അതിനെ എനാൻഷ്യോമർ ആണ് എന്നല്ലേടാ പറയാ. മിറർ ഇമേജ് ആണെങ്കിൽ ഇനാൻഷ്യോമർ ആണ്. അതുകൊണ്ട് തന്നെ എയും സിയും തമ്മിൽ ഇനാൻഷ്യോമർ ആണ്. പഠിച്ചില്ലേ? ബിയും സിയും തമ്മിൽ ഇനാൻഷ്യോമർ ആണെങ്കിൽ എയും സിയും തമ്മിൽ ഇനാൻഷ്യോമർ ആണല്ലോ. കാര്യം എയും ബിയും ഒന്നാണല്ലോ. ഇതാ ഇനി ഡിയിലേക്ക് പോവാണ്. എടാ ഡി, ഒരു അസ്യൂം എ മിറർ ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബി എന്ന് പറയുന്ന കോമ്പൗണ്ടും ഡി എന്ന് പറയുന്ന കോമ്പൗണ്ടും തമ്മിൽ എന്താ ബന്ധം എന്ന് നോക്കിയാൽ മതി. മിറർ ഇമേജ് ആണോ എന്നൊന്ന് നോക്കിക്കേടാ. ബി എന്നതിനെ കണ്ണാടിയിൽ കാണിച്ചാൽ, ഇവിടൊക്കെ നിങ്ങളുടെ ചിന്തകൾക്ക് പ്രസക്തി ഉണ്ട്. ബി എന്നതിനെ കണ്ണാടിയിൽ കാണിച്ചാൽ കാണുന്ന ഷേപ്പാണോടാ ഡിയിൽ കിടക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. അല്ല, മുകളിലത്തെ ഹാഫ് ഓക്കെയാണ്. മുകളിലത്തെ ഹാഫിന്റെ മിറർ ഇമേജ് ആണ് കാണുന്നത്. പക്ഷേ താഴെയുള്ള ഹാഫ്, ഇതാ ഞാൻ അതിനെങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം. താഴെയുള്ള ഈ ഹാഫ്, താഴെയുള്ള ഈ ഹാഫ് അതിൻ്റെ മിറർ ഇമേജ് അല്ല ഇവിടെ കാണുന്നത്. കറക്റ്റ് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഷേപ്പ് മാറിയിട്ടില്ല, സെയിം ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മിറർ ഇമേജ് അല്ല. മിറർ ഇമേജ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡയാസ്റ്റീരിയോമർ എന്നല്ലേ പേര് പറയുക. അപ്പോൾ ബിയും ഡിയും തമ്മിൽ ഡയസ്റ്റീരിയോമർ ആണ് എന്ന് പറഞ്ഞാൽ എയും ഡിയും തമ്മിൽ ഡയസ്റ്റീരിയോമർ ആണ് എന്നാണ് അതിനർത്ഥം. ബിയും എയും സെയിം ആയതുകൊണ്ട്. ഇപ്പോൾ ലോകപ്രസിദ്ധമായ ഈ ക്വസ്റ്റ്യൻ ഇവിടെ തീരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഒരു കോമ്പൗണ്ട് ഇങ്ങോട്ട് തന്നിട്ട് ഇതിന് എത്ര ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ അത് കാണാനുള്ള ഇക്വേഷനാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് ഞാൻ 3 വാക്കുകൾ അല്ലെങ്കിൽ 3 ലെറ്ററുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് എ എന്ന് പറഞ്ഞാൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് എന്നതിൻ്റെ ഷോർട്ടാണ്. എം എന്ന് പറഞ്ഞാൽ മീസോ കോമ്പൗണ്ട്സ് എന്നതിൻ്റെ ഷോർട്ടാണ്. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്നതിൻ്റെ ഷോർട്ടാണ്. അപ്പം ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ പ്ലസ് എം എന്നാണെന്ന് കൂടി ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ഓർത്ത് വെക്കുകയാണ്. ടി എന്ന് പറഞ്ഞാൽ എ പ്ലസ് എം ആണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഐസോമേഴ്സിൻ്റെ എണ്ണമാണ്. ടോട്ടൽ ഐസോമേഴ്സിൽ ആരൊക്കെ ഉണ്ടാകാം? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറും ഉണ്ടാവാം, മീസോ ഐസോമറുകളും ഉണ്ടാവാം. ഓക്കെ മോനെ? അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമർ ആണ്. എ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ആ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമറുകളുടെ കൂട്ടത്തിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയവരുടെ എണ്ണം മാത്രമാണ്. എം എന്ന് പറഞ്ഞാൽ മീസോ കോമ്പൗണ്ടിൻ്റെ എണ്ണം മാത്രമാണ്. മീസോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചേ. ഞാൻ ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവാനാണ് ഈ സ്ലൈഡിലുള്ളത്. മുഴുവൻ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഇനി പറയുകയാണെ ഫോർ അൺസിമെട്രിക്കൽ മോളിക്യൂൾ. മോളിക്യൂൾ സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ നോക്കാനുള്ള വഴിയൊക്കെ ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ എണ്ണം കാണാനുള്ള സ്ഥലത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾ ആണെങ്കിൽ ഇക്വേഷൻസ് ഇങ്ങനെയാണ്. എ കാണാനുള്ള ഇക്വേഷൻ 2n. ഹലോ, എ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ്. എം കാണാനുള്ള ഇക്വേഷൻ 0. ഇക്വേഷൻ ഒന്നുമില്ല, 0. എന്താ കാര്യം? അൺസിമെട്രിക്കൽ മോളിക്യൂൾ ആണെങ്കിൽ അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ല. ഹലോ, അൺസിമെട്രിക്കൽ മോളിക്യൂൾ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മോളിക്യൂൾ അൺസിമെട്രിക്കൽ ആണെങ്കിൽ അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ല. അൺസിമെട്രിക്കൽ ആണല്ലോ, അപ്പോൾ പിന്നെ അതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ലല്ലോ. പ്ലെയിൻ ഓഫ് സിമെട്രി എന്താണെന്ന് അറിയാലോ? അപ്പർ ഹാഫിന്റെ അതേപോലെയാണ് ലോവർ ഹാഫ് എങ്കിലാണ് പ്ലെയിൻ ഓഫ് സിമെട്രി. അപ്പൊ പിന്നെ ആ മോളിക്യൂൾ സിമെട്രിക്കൽ ആയി പോകും, അൺസിമെട്രിക്കൽ ആവില്ല. അൺസിമെട്രിക്കൽ മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൽ മീസോ കോമ്പൗണ്ട് ഉണ്ടാവില്ല. മീസോ കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള കണ്ടീഷനാണ് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കുക എന്ന്. അപ്പോൾ m = 0 ഓർക്കാൻ എളുപ്പമാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമർ കാണാനോ a + m. a എത്രയാണ്? 2n. m എത്രയാണ്? 0. അപ്പോൾ ടോട്ടൽ നമ്പർ കാണാൻ 2n കഴിഞ്ഞു. സിമ്പിളാ. അൺസിമെട്രിക്കൽ മോളിക്യൂൾ ആണെങ്കിൽ വെരി 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 സിമ്പിൾ. ടോട്ടൽ നമ്പർ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് 2n. മീസോ കോമ്പൗണ്ട് 0. ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് 2n. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്.
നിങ്ങൾ ഗ്ലൂക്കോസിനെ കേട്ടിട്ടില്ലേ? C6H12O6 എന്നാണല്ലോ ഫോർമുല. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. 6 കാർബൺ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? ഒന്നാമത്തെ കാർബൺ CHO ആണ്, ലാസ്റ്റത്തെ കാർബൺ CH2OH ആണ്. അതോടെ ഉറപ്പായി ഇയാൾ അൺസിമെട്രിക്കലാണ്. കാരണം എന്താ? ഒരു ഹാഫിൻ്റെ മിറർ ഇമേജ് ആയിരിക്കണം താഴത്തെ ഹാഫ്, എങ്കിലേ ഇത് സിമെട്രിക്കൽ ആവുള്ളൂ. ഇതങ്ങനെയല്ല. കാര്യം ഒരു അറ്റത്ത് CHO ആണ്, ഏറ്റവും താഴത്തെ കാർബണും CHO ആയിരുന്നെങ്കിൽ ഇത് സിമെട്രിക്കൽ ആയേനെ. പക്ഷെ അത് CH2OH ആണ്. therefore this molecule is totally unsymmetrical. ഇനി ഇതിൽ എത്ര കൈറാൽ കാർബൺ ഉണ്ട് എന്ന് എണ്ണണം. ഇതൊരു കൈറാൽ കാർബൺ ആണ്. 1 കാർബണിൻ്റെ 4 വാലൻസിയും ഡിഫറൻ്റ് ആണ്. ഇത് ഡിഫറൻ്റ് ആണ്, ഇത് ഡിഫറൻ്റ് ആണ്, ഇത് ഡിഫറൻ്റ് ആണ്. 4 കൈറാൽ കാർബൺ ഉണ്ട്. therefore n is equal to 4. 2n എന്നതിലെ n എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. n എന്താ? നമ്പർ ഓഫ് കൈറാൽ കാർബൺ. അതിവിടെ 4 ആണ്. therefore ടോട്ടൽ നമ്പർ ഓഫ് ഐസോമർ is equal to 2⁴. that is equal to 16 ഐസോമേഴ്സ് എന്ന ആൻസർ വരും. പഠിച്ചോ മോനെ? 16 ഐസോമേഴ്സ്. അപ്പോൾ ഗ്ലൂക്കോസിന് എത്ര ഒപ്റ്റിക്കൽ ഐസോമർ ഉണ്ടടാ? പറ. 16 ഐസോമർ ഉണ്ട്. ഓർത്ത് വെച്ചോളണം. ഇനിയാണ് കഥ. ഫോർ സിമെട്രിക്കൽ മോളിക്യൂൾ. ഹലോ, സിമെട്രിക്കൽ മോളിക്യൂൾ സിമെട്രിക്കൽ ആണെങ്കിൽ, സിമെട്രിക്കൽ ആണെങ്കിൽ കുറച്ചധികം നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. സിമെട്രിക്കൽ ആണെങ്കിൽ തന്നെ ഞാൻ ആ മോളിക്യൂളിനെ 2 വിധമാക്കുകയാണ്. ഒന്ന്, ഇഫ് n ഈസ് ഈവൺ നമ്പർ, കൈറാൽ കാർബണിൻ്റെ എണ്ണം ഈവൺ ആണെങ്കിലും കൈറാൽ കാർബണിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിലും ഡിഫറെൻറ്റ് ഇക്വേഷനാണ് പഠിക്കുക. സിമ്പിളാണ്. നിങ്ങൾ ചിലപ്പോൾ പല ഗൈഡുകളിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് 2n-1 + 2n-1 2n-2 /2 എന്നുള്ള വലിയ ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ടാവും. സ്പ്ലിറ്റ് ചെയ്താണ് പഠിച്ചത്. ഭയങ്കര എളുപ്പമാണ്. പഠിച്ചോട്ടോ. ഒന്നാമത്തത്, ഇഫ് ദി വാല്യൂ ഓഫ് n ഈസ് ഈവൺ നമ്പർ, കൈറാൽ കാർബണിൻ്റെ എണ്ണ ഈവൺ ആണെങ്കിലുള്ള ഇക്വേഷൻ A is equal to 2n-1. സിമ്പിളാ. അതാണ് പഠിച്ചേ. A is equal to 2n-1. A 2n-1 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമറുകളുടെ എണ്ണമാണ് A. 2n-1 ആണ്. മീസോ കോമ്പൗണ്ടിൻ്റെ ഇക്വേഷൻ നോക്കിട്ടോ. മീസോ കോമ്പൗണ്ടിൻ്റെ ഇക്വേഷൻ 2 സൈഡിൽ ഏകദേശം ഒരേപോലെയാണ്. ഒന്ന് m is equal to 2n-2 /2. മറ്റിടത്ത് m is equal to 2n-1 /2. ഒന്ന് 2n-2 /2, മറ്റേത് 2n-1 /2. സിമ്പിളാ. മീസോ കോമ്പൗണ്ടിൻ്റെ ഇക്വേഷൻ 2 ഓഡ് നമ്പർ ആണെങ്കിൽ 2n-1/2 ആണ്. ഈവൺ നമ്പർ ആണെങ്കിൽ 2n-2/2 ആണ്. നിങ്ങളൊരു സിമിലാരിറ്റി കണ്ടോ മോനെ? n ഈവൺ നമ്പർ എന്ന ഫസ്റ്റ് കോളത്തിലെ A കാണാനുള്ള അതേ ഇക്വേഷനാണ് n ഓഡ് നമ്പർ എന്ന സെക്കൻഡ് കോളത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമർ കാണാനും. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. പഠിക്കാനൊന്നല്ലേ ഉള്ളൂ. 2n-1. മനസ്സിലായോ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഈവൺ നമ്പർ ആണെങ്കിലുള്ള A കാണാനുള്ള സെയിം ഇക്വേഷനാണ് എന്നിൻ്റെ വാല്യൂ ഓഡ് നമ്പർ ആണെങ്കിലുള്ള T കാണാൻ. ഓർക്കണേ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം കിട്ടിയ മൂന്നാമത്തെ സിമ്പിളായിട്ട് കാണാം. ടോട്ടൽ നമ്പർ കാണാൻ സിമ്പിളാണടാ. ടോട്ടൽ നമ്പർ കാണാനുള്ള ഇക്വേഷൻ എന്താ? A + m. ടോട്ടൽ നമ്പർ കാണാൻ A എങ്ങനെ കാണാം? ഇക്വേഷൻ ഞാൻ തന്നു. m എങ്ങനെ കാണാം? ഇക്വേഷൻ ഞാൻ തന്നു. അത് A 3ഉം m 2 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കല്ലോ. 3 2 കൂട്ടിയാൽ മതിയല്ലോ. 5. സിമ്പിളല്ലേ? അപ്പുറത്തെ കോളത്തിൽ A ആണ് ഇനി കാണാൻ ബാക്കി. A എങ്ങനെ കാണുക? ടോട്ടൽ നമ്പറിൽ നിന്ന് മീസോയുടെ എണ്ണം കുറച്ചാൽ മതി. A is equal to T-m അല്ലേടാ ചെയ്യുക. T എന്ന് പറഞ്ഞാൽ A + m ആണ്. T കാണാൻ കുറച്ചുകൂടെ ചെറിയ ഇക്വേഷൻ ഉണ്ട്, m കാണാനും ചെറിയ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ A കാണാൻ T ആദ്യം കാണുക, m കാണുക. എന്നിട്ട് Tയിൽ നിന്ന് m അങ്ങോട്ട് കുറച്ചാൽ മതി, A കിട്ടും. നമുക്ക് എക്സാമ്പിൾസിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ടാർട്ടാറിക് ആസിഡിൻ്റെ ഫോർമുല ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതുകയാണ്. COOH. ഇതൊരു സിമെട്രിക്കൽ മോളിക്യൂളാണ്. എങ്ങനെ മനസ്സിലായി? ഈ ഭാഗത്ത് നിന്നും ഈ ഭാഗത്ത് നിന്നുള്ള 2 ഹാഫുകൾ ബൈ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ബൈ അതിൻ്റെ ഫോർമുല പ്രകാരം സിമെട്രിക്കലാണ്. 2 ഭാഗത്തുനിന്നും ഇങ്ങനെ വായിച്ചു നോക്കിയേ. COOH. അപ്പോൾ ഇവിടെയും COOH, ഇവിടെ CHOH, ഇവിടെയും CHOH. 2 ഹാഫുകളും ഈക്വൽ ഫോർമുലയാണ്. അത് സിമെട്രിക്കലാണ്. സിമെട്രിക്കൽ ആണെങ്കിൽ കൈറാൽ കാർബണിൻ്റെ എണ്ണം ആദ്യം കാണണം. 1 2. എന്നിൻ്റെ വാല്യൂ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ആണല്ലോ. ഈവൺ നമ്പർ ആണെങ്കിൽ A എത്ര, m എത്ര, T എത്ര? A എത്ര? 2n-1. m എത്ര?
2n-2/2 ടി എത്ര a+m ഇങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചേ. a is equal to 2n-1 2n എത്ര 2 2 1 2 is equal to 2. മനസ്സിലായില്ലേ? 2n-1 2 - 1 1 ആയിട്ട് എടുത്തു. അടുത്തത് എമ്മിൻ്റെ വാല്യൂ 2. എടാ എന്നിൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്. നിങ്ങൾ ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ 2 - 2/2 is equal to 0. That is equal to 1. Anything raised to 0 is equal to 1. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ 2ഉം കിട്ടി 1ഉം കിട്ടി, പിന്നെ ഒന്നും നോക്കാനില്ല. ടോട്ടലാണ് കൂട്ടി എഴുതിയാൽ പോരെ. ടോട്ടൽ നമ്പർ ഓഫ് ഐസോമർ 3. ടാർട്ടാറിക് ആസിഡിന് അല്ലെങ്കിൽ 3 ടോട്ടൽ നമ്പർ ഓഫ് ഐസോമർ 3 ആണെന്ന് നേരത്തെ ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ചിത്രം ഒന്നും വരയ്ക്കാൻ അറിയാത്ത ഒരു ആളാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം, വാങ്ങണം. അറിയണവനാണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. എൻട്രൻസ് അല്ലേ, പെട്ടെന്ന് കിട്ടണമല്ലോ. മനസ്സിലായല്ലോ? അപ്പോൾ ഒരൊറ്റ എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നത്. ഇതുവഴി ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഗൈഡുകളിൽ നിങ്ങൾക്ക് കാണാം. എല്ലായിടത്തും കാണും കൂട്ടി എന്നെ വിശ്വസിച്ച് ഈ ഇക്വേഷൻ കൊടുക്കുക, ചാമ്പുക, പരിപാടി നടക്കും. ഞാനിനി ഒരു സത്യം കൂടി നിങ്ങളോട് തുറന്നു പറയാൻ പോവാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലടാ, ഒരാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകണമെങ്കിൽ അതിൽ കൈറാൽ കാർബൺ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞതാണ്. അങ്ങനെയൊന്നുമില്ല. കൈറാൽ കാർബൺ ഉള്ളവനെ ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റുള്ളൂ എന്നില്ല. കൈറാൽ കാർബൺ ഇല്ലാത്തവനും ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. കൈറാൽ കാർബൺ ഉണ്ടായിട്ടും ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ മീസോ കോമ്പൗണ്ടുകളെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ഇപ്പം ഞാൻ പറയണത് അതിൻ്റെ തിരിച്ചാണ്. ഒരാൾ ഒപ്റ്റിക്കലി ആക്റ്റീവാണ്, പക്ഷെ അതിൽ കൈറാൽ കാർബൺ ഇല്ല. അങ്ങനത്തെ രണ്ടാളുണ്ട്. ഒരുത്തൻ്റെ പേരാണ് അലീൻ, മറ്റൊരുത്തൻ്റെ പേരാണ് ബൈഫിനൈൽ. ഈ ബൈഫിനൈൽ വെരി റീസെൻ്റ്ലി നീറ്റിന് ചോദിച്ചിട്ടുണ്ട്, പഠിക്കൽ നിർബന്ധമാണ്. അലീൻ ബൈഫിനൈൽ ആരാണ്? ദ ഹെഡിങ് അങ്ങനെയാണ്: ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നോ കൈറാൽ കാർബൺ. കൈറാൽ കാർബൺ ഒന്നും ഇല്ലാത്ത ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ. ഒന്നാണ് അലീനും മറ്റൊന്നാണ് ബൈഫിനൈൽ. ആരാണ് അലീൻ? അലീൻ ആരാണെന്ന് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടുകൾ, ഡബിൾ ബോണ്ട്, സി 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 ഡബിൾ ബോണ്ട്, ഇങ്ങനെ ക്യുമുലേറ്റീവ് അടുപ്പിച്ച് ഡബിൾ ബോണ്ടുകളുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് അലീൻ. ആ അലീനിനെ ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കാൻ 2 കണ്ടീഷനുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഈവൺ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് വേണം. ഡബിൾ ബോണ്ടുകളുടെ എണ്ണം ഈവൺ നമ്പർ ആയിരിക്കണം. 2, 4, 6, 8 ഇങ്ങനെ ആയാലേ ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കാൻ പറ്റുള്ളൂ. 2, 2 ഗ്രൂപ്പ്സ് അറ്റ് ടെർമിനൽ കാർബൺ ഷുഡ് ബി ഡിഫറെൻറ്റ്. കണ്ണും പൂട്ടി എഴുതി വെക്ക്, എന്താണെന്ന് പറഞ്ഞുതരാം. ടെർമിനൽ കാർബണിലുള്ള 2 ഗ്രൂപ്പുകൾ ഡിഫറെൻ്റ് ആയിരിക്കണം. എക്സാമ്പിൾ നോക്കാം. ഇവിടെ എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 2 ഡബിൾ ബോണ്ട്. ഓക്കെ, ഈവൺ നമ്പർ ആണ്, സംഗതി ഡീലാണ്. ഈ ഗ്രൂപ്പും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? CH3H ഡിഫറെൻ്റ് അല്ലേ? ഓക്കെ, ഡീൽ. NH2Br സെയിമോ ഡിഫറെൻ്റോ? ഡിഫറെൻ്റ്. അപ്പോൾ ടെർമിനൽ കാർബണിലുള്ള ബാക്കി 2 ഗ്രൂപ്പുകളും ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ഈവൺ നമ്പർ ഓഫ് ഡബിൾ ബോണ്ടുകൾ ഉണ്ടായിരിക്കണം എന്ന കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ഇയാൾക്ക് ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഇയാൾക്ക് പറ്റില്ല എന്ന് നോക്കിയേ. ഈ ഗ്രൂപ്പും ഡിഫറെൻ്റാ, ഈ ഗ്രൂപ്പും ഡിഫറെൻ്റാ. പക്ഷേ ഇതിൽ ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ടാണ്. 3 ഡബിൾ ബോണ്ടല്ലടാ വന്നത്. കനോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഈവൺ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം, മസ്റ്റാണ്. അടുത്ത് നോക്കിക്കോട്ടോ. 1, 2, 3, 4 ഡബിൾ ബോണ്ടാണ്. അതൊക്കെ ഈവൺ നമ്പറാണ്. പക്ഷേ നോക്കിയേ, ഇവിടുത്തെ ബ്രോമിനും ഇവിടുത്തെ ക്ലോറിനും ഒക്കെ ഡിഫറെൻ്റാ. പക്ഷേ ഈ CH3യും ഈ CH3യും സെയിം ആയിപ്പോയില്ലേ? ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് വേണമെന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല. കനോട്ട് ഷോ. മനസ്സിലായോ മോനെ? ഇത് ഒന്ന് ഷോർട്ടാക്കിയിട്ട് ബോക്സിലാക്കി വെച്ചോ. ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കാനുള്ള കണ്ടീഷനാണ്. അലീനുകളിൽ ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കണമെങ്കിൽ ഡബിൾ ബോണ്ടുകളുടെ എണ്ണം ഈവൺ ആയിരിക്കണം. ഈവൺ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലാണ് അയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റുക. അല്ല സാറേ, ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ആണെങ്കിലോ അയാൾക്ക് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റും. അപ്പോൾ അലീനുകൾക്ക് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റും, ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കാൻ പറ്റും. കണ്ടീഷൻ ഡിഫറൻ്റാ. അലീൻ എപ്പോഴാണ് ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുക? ഈവൺ നമ്പർ ഓഫ് ഡബിൾ ബോണ്ടുകൾ വന്നാൽ. അലീൻ എപ്പോഴാണ് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കുക? ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ടുകൾ വന്നാൽ. ഇതൊന്ന് ബോക്സിലാക്കി വെച്ചോട്ടെ. അലീൻ അല്ലാതെ അടുത്ത ആളാണല്ലോ ബൈഫിനൈൽ. ആരാടാ ബൈഫിനൈൽ?
ഒരു ബെൻസിൻ റിംഗ് ഡയറക്റ്റ് ആയിട്ട് മറ്റൊരു ബെൻസിൻ റിങ്ങിനോട് ബോണ്ട് ഉണ്ടാക്കിയ അവസ്ഥയാണ് ബൈഫിനൈൽ. നോക്കിക്കേ, PH എന്ന് റെപ്രസെന്റ് ചെയ്താൽ ഒരു ബെൻസിൻ റിംഗ് ആണല്ലോ, ഡയറക്റ്റ് ഒരു ബെൻസിൻ റിംഗിലേക്ക് ബോണ്ട് ഉണ്ടാക്കിയാൽ ബൈഫിനൈൽ. അപ്പോൾ ആരാണ് ബൈഫിനൈലുകളിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈൽസ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. അതും ബോത്ത് റിങ്സ്, രണ്ട് ബെൻസിൻ റിങ്ങിലെ രണ്ട് റിങ്ങിൻ്റെയും ഓർത്തോ പൊസിഷനുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കണം. രണ്ട് ബെൻസിൻ റിങ് വേണം, ആ രണ്ട് ബെൻസിൻ റിങ്ങിൻ്റെയും ഓർത്തോ പൊസിഷനുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കണം. ഇതാ നിങ്ങൾക്കൊരു ചിത്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ആളുടെ ഓർത്തോ പൊസിഷൻ, ഇതാണ് അയാളുടെ രണ്ടാമത്തെ ഓർത്തോ പൊസിഷൻ, രണ്ടാമത്തെ മോളിക്യൂളിൻ്റെ രണ്ട് ഓർത്തോ പൊസിഷൻ. ഇവിടെ എല്ലാം ഓരോ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, നോ പ്ലെയിൻ ഓഫ് സിമെട്രി. ഇതിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. നോ പ്ലെയിൻ ഓഫ് സിമെട്രി കണ്ടീഷൻ നമ്പർ 2 ആണ്. കണ്ടീഷൻ നമ്പർ 1 ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈഫിനൈലുകളായിരിക്കണം, 2 പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ എന്ന് അറിയാൻ ഞാനിവിടെ ഇങ്ങനെ ഒരു കണ്ണാടി വെച്ച് നോക്കുകയാണ്. ഇല്ല, ശരിയല്ലേടാ? ആ COHൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നോട്ട് വേണം. എന്നാൽ പിന്നെ തിരിച്ചു വെച്ച് നോക്കാം, ഒരു കണ്ണാടി നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം, ഉണ്ടോയെന്ന് നോക്കിക്കേ. മുകളിലുള്ള ഹാഫിൻ്റെ നേരെ മിറർ ഇമേജ് ആണോ താഴെ? അല്ല. ഇവിടെ COH ആണെങ്കിൽ ഇവിടെ NO2 ആണ്, അത് അതിൻ്റെ മിറർ ഇമേജ് അല്ല, പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല, അതുകൊണ്ട് ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ, ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ നോക്കിക്കേ. ഇയാൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. എന്താ കാര്യം? ഇതിലൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഞാനിപ്പോൾ വരച്ച വരയുടെ മുകളിലുള്ളതിൻ്റെ മിറർ ഇമേജ് അല്ലടാ താഴേക്കുള്ളത്. മുകളിലൊരു ബ്രോമിൻ, താഴെതാ ഒരു ബ്രോമിൻ, മുകളിലൊരു അയഡിൻ, താഴെതാ ഒരു അയഡിൻ. ഇയാൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് പ്ലെയിൻ ഓഫ് സിമെട്രി. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. കഴിഞ്ഞു. ഒപ്റ്റിക്കൽ ഐസോമറിസം ഇവിടെ അവസാനിക്കുന്നു. ഇതോടുകൂടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ ഐസോമറിസവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ റിയാക്ഷൻ മെക്കാനിസമാണ്. മറക്കാതെ കാണുക. നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.